ഒറ്റയടിക്ക് ഒരു 15% ഇടിഞ്ഞു എന്ന് കണ്ടാൽ നിങ്ങളുടെ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും? സ്വാഭാവികമായും കമ്പനി നഷ്ടത്തിലേക്ക് പോവുകയാണെന്ന് കരുതും. അതെ, ഓഹരികൾ വിറ്റൊഴിവാക്കുന്നതാണ് ബുദ്ധിയെന്ന് തോന്നും അല്ലേ? എന്നാൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ, അതായത് CSLന്റെ കാര്യത്തിൽ സംഭവിച്ചത് അതല്ല. ഈ ഡീപ് ഡൈവിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ സ്രോതസ്സുകൾ വെച്ച് പരിശോധിക്കുന്നത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. ശരിക്കും ഒരു വിരോധാഭാസമെന്ന് തന്നെ പറയാം. അതെ, വരുമാനം ഗണ്യമായി കുറഞ്ഞപ്പോൾ ലാഭം 16%-ലധികം വർദ്ധിക്കുകയാണ് ചെയ്തത്. പ്രതിരോധ മേഖലയിലെ ഓഹരികളിൽ താൽപ്പര്യമുള്ള ആളാണോ നിങ്ങൾ? എങ്കിൽ ഈ വിശകലനം നിങ്ങൾ തീർച്ചയായും കേട്ടിരിക്കണം. കാരണം നമ്മൾ വെറും ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് മാത്രമല്ല നോക്കുന്നത്. അതെ, ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ മേഖല, പിന്നെ ഹരിത കപ്പൽ നിർമ്മാണം, ഒപ്പം നിക്ഷേപകരെ ആശങ്കപ്പെടുത്തുന്ന ചില വലിയ ഭരണപരമായ വെല്ലുവിളികൾ, ഇതെല്ലാം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഈ ഡീപ് ഡൈവിന്റെ ലക്ഷ്യം അതാണ്. നമുക്കിതൊന്ന് വിശദമായി കീറിമുറിച്ചു നോക്കാം. വരുമാനം കുറഞ്ഞിട്ടും ലാഭം കൂടിയ മാജിക് എങ്ങനെയാണ് സംഭവിച്ചത്? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വിശകലനം തുടങ്ങേണ്ടത്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ആ കണക്ക് അവരുടെ Q4 റിപ്പോർട്ടിലുണ്ട്, അതായത് 4-ാം പാദത്തിൽ. ഓക്കെ. കമ്പനിയുടെ പ്രവർത്തന വരുമാനം 15% കുറഞ്ഞ് 1,04,844 കോടിയായി. എന്നാൽ പ്രവർത്തന ലാഭം അഥവാ എബിറ്റ 16%-ലധികം വർദ്ധിച്ച് 310 കോടിയിലെത്തി. ഇത് കേൾക്കുമ്പോൾ സാധാരണ നിക്ഷേപകർക്ക് സ്വാഭാവികമായും ആശയക്കുഴപ്പമുണ്ടാകും. തീർച്ചയായും ഉണ്ടാകും. നമ്മൾ സാധാരണ കടകളിൽ കാണുന്ന പോലെയുള്ള ഒരു കച്ചവടമല്ലല്ലോ ഇത്. ഒരു കപ്പൽ നിർമ്മിക്കാൻ വർഷങ്ങളെടുക്കും. അപ്പോൾ ഈ വരുമാനം കണക്കാക്കുന്ന രീതിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നല്ലൊരു ചോദ്യമാണ്. അത് നമ്മളൊരു വലിയ ഫ്ളാറ്റ് പണിയാൻ കോൺട്രാക്ട് കൊടുക്കുന്നത് പോലെയാണോ ഇതിന്റെ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നത്? അതായത് ദിവസവും പണം കിട്ടില്ല, നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടം കഴിയുമ്പോൾ മാത്രമേ പണം അക്കൗണ്ടിലെത്തൂ. അതെ അതെ, ഇതിനെയാണ് സാമ്പത്തിക വിദഗ്ധർ മൈൽസ്റ്റോൺ അടിസ്ഥാനമാക്കിയുള്ള വരുമാനമെന്ന് വിളിക്കുന്നത്. ഓഹോ, അപ്പൊ അതാണ് കാര്യം. ഷിപ്പ് ബിൽഡിംഗ് വ്യവസായത്തില് വരുമാനം വരുന്നത് ഒരു ലീനിയറായ രീതിയിലല്ല. ഒരു കപ്പലിന്റെ നിർമ്മാണത്തില് പ്രധാന ഘട്ടങ്ങളുണ്ട്. ഉദാഹരണത്തിന് കീൽ ലേയിങ്, പിന്നെ ഹൾ ഇന്റഗ്രേഷൻ, അവസാനമുള്ള ഡെലിവറി. ഇത്തരം ഓരോ മൈൽസ്റ്റോൺ പൂർത്തിയാകുമ്പോഴാണ് കമ്പനിയുടെ അക്കൗണ്ടിൽ വരുമാനം രേഖപ്പെടുത്തുന്നത്. അപ്പോ INS വിക്രാന്തിന്റെ നിർമ്മാണം കഴിഞ്ഞുള്ള ഈ ഒരു സമയത്ത്? അതെ, പുതിയ വലിയ പ്രൊജക്റ്റുകൾ അതിന്റെ പ്രാരംഭ ദിശയിലായതുകൊണ്ട് വരുമാനത്തിൽ ഒരു ഇടിവ് സ്വാഭാവികമാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വലിയ കാര്യമുണ്ട്. അവരുടെ എബിറ്റ മാർജിൻ 15.1%-ൽ നിന്ന് 20.87%-ലേക്ക് കുതിച്ചുയർന്നു. അതായത് 580 ബേസിസ് പോയിന്റിന്റെ വർധനവ്. ഒരു നിമിഷം, ഈ എബിറ്റ മാർജിൻ വർദ്ധിച്ചു എന്ന് പറയുന്നത് സാധാരണക്കാരനായൊരു നിക്ഷേപകനെ സംബന്ധിച്ച് എന്താണ് അർത്ഥമാക്കുന്നത്? അതൊന്ന് ലളിതമായി വിശദീകരിക്കാമോ? തീർച്ചയായും. എബിറ്റ മാർജിൻ എന്ന് പറയുന്നത് നമ്മൾ 100 രൂപയുടെ ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എത്ര രൂപ പ്രവർത്തന ലാഭമായി കിട്ടുന്നുവെന്നതാണ്. ഓക്കെ. മുൻപ് കൊച്ചിൻ ഷിപ്പ്യാർഡിന് 100 രൂപയുടെ കച്ചവടത്തിൽ നിന്ന് 15 രൂപയായിരുന്നു ലാഭം കിട്ടിയിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ഏകദേശം 21 രൂപയായി മാറി. അതായത് ബിസിനസിന്റെ അളവ് കുറഞ്ഞാലും ഉള്ള ബിസിനസ്സിൽ നിന്ന് അവർ കൂടുതൽ ലാഭം പിഴിയുന്നുണ്ട്. ഉയർന്ന മാർജിനുള്ള ഷിപ്പ് റിപ്പയർ പോലെയുള്ള പ്രൊജക്റ്റുകളിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചതാണ് ഇതിനൊരു പ്രധാന കാരണം, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതാണ് കാര്യം. അത് വളരെ വ്യക്തമാണ്. പക്ഷെ അവിടെ മറ്റൊരു വലിയ വെല്ലുവിളി അവർ നേരിടുന്നില്ലേ? അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം, ഈ ആഗോള വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ. വലിയൊരു പ്രശ്നമാണത്. 4-ാം പാദത്തിൽ സ്റ്റീൽ പോലെയുള്ള പ്രഥമന അസംസ്കൃത വസ്തുക്കളുടെ വില 2.5% വർദ്ധിച്ച് 719 കോടിയായിട്ടുണ്ട് എന്ന് സ്രോതസ്സുകളിൽ കാണുന്നു. ഒരു കപ്പൽ നിർമ്മിക്കാൻ ആയിരക്കണക്കിന് ടൺ സ്റ്റീൽ വേണമെന്നിരിക്കെ ഇതവരുടെ ലാഭത്തെ കാർന്നു തിന്നില്ലേ? ഉറപ്പായും ബാധിക്കും. ആഗോള വിപണിയിൽ സ്റ്റീൽ, പിന്നെ മറൈൻ ഉപകരണങ്ങൾ എന്നിവയുടെ വിലയിലുണ്ടാകുന്ന ചാഞ്ചാട്ടം ഏത് കപ്പൽ നിർമ്മാതാക്കൾക്കും ഒരു പേടി സ്വപ്നമാണ്. ഇന്ത്യയിലെ മറ്റ് കമ്പനികൾക്കും ഈ പ്രശ്നമുണ്ട്. അതെ, വില വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും നിർമ്മാണ ചെലവ് കൂടും. പക്ഷേ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കാര്യത്തിൽ അവർ തങ്ങളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിച്ചതിലൂടെയും സപ്ലൈ ചെയിൻ കൃത്യമായി കൈകാര്യം ചെയ്തതിലൂടെയുമാണ് ഈ വിലക്കയറ്റത്തെ അതിജീവിച്ചത്. സ്റ്റീലിന്റെ വില കൂടിയിട്ടും 20.87% എന്ന മികച്ച മാർജിൻ അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞു. മാനേജ്മെന്റിന്റെ കാര്യക്ഷമതയെയാണത് കാണിക്കുന്നതെന്ന് പറയാം. പ്രവർത്തന ലാഭത്തിന്റെ കാര്യത്തിൽ അവർ മിടുക്കരാണെന്ന് മനസ്സിലായി.
എന്നാൽ ഒരു സാമ്പത്തിക വർഷം മുഴുവൻ എടുത്തുള്ള കണക്ക് നോക്കുമ്പോൾ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. മൊത്തം വാർഷിക ലാഭം 13% കുറഞ്ഞ് 716 കോടിയായിരിക്കുകയാണ്. അതെ, അതൊരു യാഥാർത്ഥ്യമാണ്. ഇത് നിക്ഷേപകർക്ക് നൽകുന്ന 1.5 രൂപ ലാഭവിഹിതത്തിന്റെ, അതായത് ഡിവിഡൻഡിന്റെ ഭാവിയെ ബാധിക്കില്ലേ? ഇതിനേക്കാളൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. അവരുടെ വരുമാനത്തിന്റെ 39% വരുന്നത് മറ്റു വരുമാനങ്ങളിൽ നിന്നാണ്. 157 കോടി രൂപ അവിടെ നിന്നാണ് വരുന്നത്. അതെ. ഇതവരുടെ പ്രധാന ബിസിനസ്സായ കപ്പൽ നിർമ്മാണത്തിൽ നിന്നുള്ള വരുമാനമല്ലല്ലോ. ഇതൊരു നെഗറ്റീവ് സൂചനയല്ലേ? വളരെ കൃത്യമായൊരു നിരീക്ഷണമാണത്. കമ്പനിയുടെ കോർ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനത്തേക്കാൾ ബാങ്ക് പലിശകളിൽ നിന്നും മറ്റും ലഭിക്കുന്ന മറ്റു വരുമാനങ്ങളെ ആശ്രയിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ നല്ലൊരു സൂചനയല്ല. ക്വാളിറ്റി ഓഫ് ഏണിങ്സ് കുറയുകയാണല്ലേ? അതെ, വരുമാനത്തിന്റെ ഗുണനിലവാരം കുറയുകയാണ്. ഈ ഡിവിഡൻഡ് എന്നത് ഇപ്പോൾ അവർക്ക് നൽകാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഭാവിയിലും ഇത് തുടർച്ചയായി നൽകണമെങ്കിൽ അടിസ്ഥാന ബിസിനസ്സിൽ നിന്ന് തന്നെ കൂടുതൽ ലാഭം കണ്ടെത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അവർ നേരിടുന്ന മറ്റു വെല്ലുവിളികൾ കൂടി നോക്കുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായും അടുത്ത ചോദ്യം വരുന്നു. മറ്റു പ്രതിരോധ മേഖലയിലെ കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ CSLന്റെ സ്ഥാനം എവിടെയാണ്? അവരുടെ PE റേഷ്യോ 57.71 ആണ്. അതായത് 1 രൂപ ലാഭമുണ്ടാക്കാൻ നിക്ഷേപകർ 57 രൂപ മുടക്കാൻ തയ്യാറാകണം. അത് വില കൂടുതലാണ്. എന്നാൽ അവരുടെ ഏറ്റവും വലിയ എതിരാളികളായ മസഗോൺ ഡോക്കിന് ഇത് വെറും 36.31ഉം ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സിന് 32.18ഉമാണ്. പോരാത്തതിന് റിട്ടേൺ ഓൺ ഇക്വിറ്റി, നിക്ഷേപകർ മുടക്കിയ പണത്തിന് അവർ തിരികെ നൽകുന്നത് വെറും 13%. എന്നാൽ മസഗോൺ ഡോക്ക് നൽകുന്നത് 25%-ലധികമാണ്. വലിയ വ്യത്യാസമുണ്ട്. മസഗോൺ ഡോക്ക് അവരെക്കാൾ വളരെ ഉയർന്ന റിട്ടേൺ നൽകുമ്പോൾ എന്തിനാണ് നിക്ഷേപകർ ഇത്രയും വലിയ വില കൊടുത്ത് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഓഹരി വാങ്ങേണ്ടത്? ഒറ്റനോട്ടത്തിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നാം. വിപണിയിലെ പല നിക്ഷേപകർക്കും ഈ സംശയമുണ്ട്. പക്ഷേ നിങ്ങൾ ഈ രണ്ട് കമ്പനികളുടെയും ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് താരതമ്യം ചെയ്തു നോക്കൂ. മസഗോൺ ഡോക്ക് ഇപ്പോൾ അവരുടെ ഓർഡറുകൾ കൃത്യമായി പൂർത്തിയാക്കി ലാഭം കൊയ്യുന്ന ഒരു ഘട്ടത്തിലാണ്. അപ്പോ കൊച്ചിൻ ഷിപ്പ്യാർഡോ? അവർ ഇപ്പോഴുള്ളത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഫേസിലാണ്. അതായത് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കോടിക്കണക്കിന് രൂപ നിക്ഷേപിക്കുകയാണ്. നിങ്ങൾ ചോദിച്ച കുറഞ്ഞ ROEയുടെ പ്രധാന കാരണം ഈ വമ്പൻ നിക്ഷേപങ്ങളാണ്. ഇതിന്റെ ഗുണം പെട്ടെന്ന് കണക്കുകളിൽ കാണില്ല. പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കുമല്ലേ? അതെനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ വലിയ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. കൊച്ചിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് അവരടുത്തിടെ കമ്മീഷൻ ചെയ്തു. 310 മീറ്റർ നീളവും 75 മീറ്റർ വീതിയുമുള്ള ഭീമൻ ഡോക്ക്. അതെ, അതുമാത്രമല്ല 2769 കോടി രൂപ മുടക്കി ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റിയും അവർ തുടങ്ങി. യഥാർത്ഥ ഗുണം എന്താണ്? പ്രൊഡക്ഷൻ എഫിഷ്യൻസി എങ്ങനെയാണിത് മാറ്റാൻ പോകുന്നത്? ഈ പുതിയ ഡ്രൈ ഡോക്ക് വെറൊരു കെട്ടിടമല്ല, അതവരുടെ ഭാവിയിലേക്കുള്ള ടിക്കറ്റാണ്. നിലവിൽ വലിയ വിമാനവാഹിനി കപ്പലുകൾ പോലെയുള്ളവ നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഒരേ സമയം ഒന്നിലധികം വലിയ കപ്പലുകൾ അറ്റകുറ്റപ്പണി നടത്താനോ ഉള്ള സൗകര്യം ഇന്ത്യയിൽ വളരെ ചുരുക്കമാണ്. ഈ പുതിയ ഡ്രൈ ഡോക്ക് വരുന്നതോടെ പഴയ ഇൻഫ്രാസ്ട്രക്ചറിനെ അപേക്ഷിച്ച് എത്രയോ മടങ്ങ് കാര്യക്ഷമത അവർക്ക് ലഭിക്കും. ഒരേ സമയം ഒന്നിലധികം കപ്പലുകളുടെ പണി നടക്കുമല്ലേ? അതെ, വമ്പൻ യുദ്ധക്കപ്പലുകൾ വളരെ വേഗത്തിൽ നിർമ്മിക്കാൻ അവർക്ക് സാധിക്കും. മാത്രമല്ല ISRF വരുന്നതോടെ പ്രതിവർഷം 82 കപ്പലുകൾ വരെ റിപ്പയർ ചെയ്യാൻ അവർക്ക് കഴിയും. എന്നു പറഞ്ഞാൽ ഷിപ്പ് റിപ്പയർ എന്ന ഉയർന്ന മാർജിനുള്ള ബിസിനസ്സിൽ നിന്ന് അവർക്ക് സ്ഥിരമായി ഒരു വരുമാനം ലഭിച്ചു തുടങ്ങും. കൃത്യമായി പറഞ്ഞാൽ ഷിപ്പ് റിപ്പയറിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ സ്രോതസ്സുകളിലെ മറ്റൊരു വലിയ പ്രോജക്റ്റിനെക്കുറിച്ച് ഓർക്കുന്നത്. ഗുജറാത്തിലെ വാഡിനാറിൽ അവർ 1570 കോടി രൂപയുടെ ഒരു ഷിപ്പ് റിപ്പയർ ക്ലസ്റ്റർ തുടങ്ങുന്നുണ്ട്. കൊച്ചിയിലുള്ള ഒരു കമ്പനി എന്തിനാണ് ഇത്രയും വലിയൊരു തുക മുടക്കി ഗുജറാത്തിൽ പോയി പുതിയൊരു യൂണിറ്റ് തുടങ്ങുന്നത്? ഇതിന്റെ പിന്നിലെ തന്ത്രം എന്താണ്? ഇത് അവരുടെ ഏറ്റവും ബുദ്ധിപരമായ നീക്കങ്ങളിലൊന്നാണ്. വാഡിനാർ പ്രോജക്റ്റ് ലക്ഷ്യം വയ്ക്കുന്നത് VLCC പോലുള്ള ഭീമൻ എണ്ണക്കപ്പലുകളെയാണ്. നിലവിൽ ഇന്ത്യയിലേക്ക് വരുന്ന ഇത്തരം ഭീമൻ കപ്പലുകളുടെ അറ്റകുറ്റപ്പണിക്കായി നമ്മൾ ദുബായിയെയോ സിംഗപ്പൂരിനെയോ ആണ് ആശ്രയിക്കുന്നത്. ഓഹോ, ഇന്ത്യയിൽ അതിനുള്ള സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടല്ലേ? അതെ. വാഡിനാർ ക്ലസ്റ്റർ പൂർണ്ണ സജ്ജമാകുന്നതോടെ ആ കപ്പലുകൾക്കെല്ലാം ഇന്ത്യയിൽ തന്നെ അറ്റകുറ്റപ്പണി നടത്താം. ഇതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യം ഇന്ത്യയിൽ തന്നെ നിലനിർത്താൻ സാധിക്കും. ഒപ്പം
കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ എതിരാളികളെക്കാൾ വലിയൊരു മത്സര മുൻതൂക്കം അവർക്ക് ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല, നിലവിൽ അവർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. പഴയ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് കാരണം അവരുടെ പല പ്രൊജക്റ്റുകളും വൈകുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകളിലുണ്ട്. ഈ പുതിയ ഡ്രൈ ഡോക്കുകളും മറ്റും വരുന്നതോടെ ആ കാലതാമസം ഒഴിവാക്കാൻ അവർക്ക് കഴിയുമല്ലേ? തീർച്ചയായും. ഈ കപ്പാസിറ്റി എക്സ്പാൻഷൻ ഇൻഡസ്ട്രി ബെഞ്ച്മാർക്കുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ വലുതാണ്. ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുന്നതോടെ പ്രൊജക്റ്റുകൾ സമയബന്ധിതമായി തീർക്കാൻ സാധിക്കും. ഓർഡറുകൾ വേഗത്തിൽ തീർക്കുന്നത് ഭാവിയിൽ അവരുടെ ROE മെച്ചപ്പെടുത്താൻ വലിയ രീതിയിൽ സഹായിക്കും. നമ്മൾ ഈ വലിയ ഡ്രൈ ഡോക്കുകളെക്കുറിച്ചും റിപ്പയർ കേന്ദ്രങ്ങളെക്കുറിച്ചും പറഞ്ഞല്ലോ. പക്ഷെ ഇതൊക്കെ വെച്ചവർ എന്താണ് നിർമ്മിക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ്. നിലവിൽ പ്രതിരോധ മേഖലയിൽ നിന്നുള്ള വലിയ ഓർഡറുകളായ NGMV, പിന്നെ ASW, SWC എന്നിവ നടക്കുന്നുണ്ട്. ഒപ്പം 5000 കോടിയുടെ NGSV പ്രൊജക്റ്റിൽ അവർ ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്തവരായി നിൽക്കുന്നു. മൊത്തം ഓർഡർ ബുക്ക് 23,000 കോടിയിലധികമാണ്. വലിയൊരു തുകയാണത്. നാളെ സർക്കാർ ഡിഫൻസ് ബഡ്ജറ്റ് കുറച്ചാൽ ഇവരുടെ ബിസിനസ് തകരുമോ? ആ ഒരു അപകടം അവർ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വാണിജ്യ ഓർഡറുകളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത്. ഡിഫൻസ് ഓർഡറുകൾ എപ്പോഴും സ്ഥിരമായിരിക്കില്ല. അതിനാൽ വിദേശ വാണിജ്യ കരാറുകളിലൂടെ അവരൊരു ഹെഡ്ജിംഗ് തീർക്കുകയാണ്. ഒരു സുരക്ഷാ വലയം പോലെയല്ലേ? ഒരു കൃഷിക്കാരൻ 2 വ്യത്യസ്ത വിളകൾ കൃഷി ചെയ്യുന്നത് പോലെ. ഒന്ന് നശിച്ചാലും മറ്റേതിൽ നിന്ന് ആദായം കിട്ടും. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ഇന്ത്യൻ ഡിഫൻസ് ബഡ്ജറ്റിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാലും അന്താരാഷ്ട്ര ഓർഡറുകൾ അവർക്ക് വരുമാന സ്ഥിരത ഉറപ്പാക്കും. ഈ ഇന്റർനാഷണൽ കോൺട്രാക്ട് വളർച്ച അവരുടെ ഡിപ്പെൻഡൻസി കുറയ്ക്കുന്നു. അവിടെയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ യഥാർത്ഥ മാസ്റ്റർ സ്ട്രോക്ക് നമ്മൾ കാണുന്നത്. അവർ ഭാവിയുടെ ടെക്നോളജിയിലേക്ക് മാറുകയാണ്. ഗ്രീൻ ടെക്നോളജി. ഫ്രഞ്ച് കമ്പനിയായ CGMൽ നിന്ന് 6 LNG കണ്ടെയ്നർ കപ്പലുകൾ നിർമ്മിക്കാൻ 3240 കോടിയുടെ വലിയ കരാറാണ് അവർ അടുത്തിടെ നേടിയെടുത്തത്. അതെ, 36 മാസത്തിനുള്ളിൽ ആദ്യ കപ്പൽ നൽകണം. ഇതിനു പുറമെ സാംസ്കിപ്പിനായി ഹൈഡ്രജൻ കപ്പലുകൾ, സ്വിറ്റ്സർലാൻഡിനായി 4 ഇലക്ട്രിക് ടഗ്ഗുകൾ, പോൾസ്റ്റാറിനായി ഹരിത ടഗ്ഗുകൾ എന്നിവയും അവർ നിർമ്മിക്കുന്നു. ഈ ഗ്രീൻ ടഗ്ഗുകൾ അവർക്കൊരു കോമ്പറ്റിറ്റീവ് എഡ്ജ് നൽകില്ലേ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണ്. ലോകം മുഴുവൻ ഇപ്പോൾ ഗ്രീൻ ഷിപ്പിംഗിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗത ഇന്ധനങ്ങൾക്ക് പകരം ഹൈഡ്രജനും ഇലക്ട്രിസിറ്റിയും ഉപയോഗിക്കുന്ന കപ്പലുകൾ. ഈ സാങ്കേതികവിദ്യ സ്വന്തമാക്കുക വഴി കൊച്ചിൻ ഷിപ്പ്യാർഡ് ഭാവിയിലെ ആഗോള വിപണിയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുകയാണ്. സ്രോതസ്സുകളിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നെതർലാൻഡ്സിലെ കോണോട്ട്ഷിപ്പ് ഇന്റർനാഷണലിൽ 23% ഓഹരികൾ വാങ്ങിയതും HBL എഞ്ചിനീയറിംഗുമായി ചേർന്ന് പുതിയ ജോയിന്റ് വെഞ്ചർ തുടങ്ങിയതും ഈ ലക്ഷ്യം മുന്നിൽ കണ്ട് തന്നെയാണല്ലേ? അതെ, അതവരുടെ ലോങ് ടേം സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അതായത് ഒരു കമ്പനി ഇതുവരെ മിലിറ്ററി ജീപ്പുകൾ മാത്രം നിർമ്മിക്കുന്നതിൽ നിന്ന് മാറി വിദേശത്തേക്ക് ഏറ്റവും പുതിയ ഇലക്ട്രിക് ട്രക്കുകൾ കയറ്റുമതി ചെയ്യാൻ തുടങ്ങുന്നതുപോലെ ഈ തന്ത്രം അവർക്ക് ആഗോള വിപണിയിൽ വലിയൊരു മേൽവിലാസം നേടിക്കൊടുക്കും. തീർച്ചയായും. ഓക്കെ, ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ കമ്പനിയുടെ പോസിറ്റീവായ കാര്യങ്ങളാണ്. മികച്ച ഓർഡർ ബുക്ക്, പുതിയ ഇൻഫ്രാസ്ട്രക്ചർ, ഭാവിയിലുള്ള ഗ്രീൻ ടെക്നോളജി എല്ലാം വളരെ മികച്ചതായി തോന്നുന്നു. എന്നാൽ ഈ അനാലിസിസിൽ നമ്മൾ മറച്ചുവെക്കാൻ പാടില്ലാത്ത വളരെ ഗുരുതരമായ ഒരു ഇരുണ്ട വശമുണ്ട്. ഓപ്പറേഷണൽ വെല്ലുവിളികളും ഭരണപരമായ പോരായ്മകളും. അതെ, ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം റിസ്കുകളാണ്. ആൻഡമാൻ നിക്കോബാർ അഡ്മിനിസ്ട്രേഷനു വേണ്ടി നിർമ്മിക്കുന്ന 2 പാസഞ്ചർ കപ്പലുകളുടെ പണി അവർ നിർത്തിവച്ചിരിക്കുകയാണ്. പ്രോജക്ട് സസ്പെൻഷൻ. 1200 പേർക്ക് സഞ്ചരിക്കാവുന്ന വലിയ കപ്പലുകളാണിവ. 55% പണി പൂർത്തിയായ ഇതിന്റെ ഡെലിവറി തീയതി കഴിഞ്ഞു. അതൊരു വലിയ തലവേദനയാണ് അവർക്ക്. ഇതുവരെ 216 കോടിയുടെ പിഴ, അതായത് ലിക്വിഡേറ്റഡ് ഡാമേജസ്, കമ്പനി നൽകേണ്ടി വന്നു. ഇനി ഇത് രൂപമാറ്റം വരുത്തണമെങ്കിൽ 1124 കോടിയോളം അധികം വേണ്ടിവരും എന്ന് പറയുന്നു. എന്താണ് ഈ ലിക്വിഡേറ്റഡ് ഡാമേജസ്? ഇത് കാരണം കമ്പനിക്കുണ്ടാകുന്ന യഥാർത്ഥ നഷ്ടം എത്രത്തോളമാണ്? ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറഞ്ഞാൽ കരാർ പ്രകാരം സാധനം കൊടുക്കേണ്ട സമയം തെറ്റിയാൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന പിഴയാണ്. നമ്മളൊരു വീട് പണിയാൻ കോൺട്രാക്റ്റ് കൊടുത്തു. 1 വർഷം കഴിഞ്ഞിട്ടും തീർന്നില്ലെങ്കിൽ വൈകുന്ന ഓരോ മാസത്തിനും കോൺട്രാക്ടർ നമുക്ക് നഷ്ടപരിഹാരം തരണം എന്ന് വ്യവസ്ഥ വയ്ക്കുന്നത് പോലെ തന്നെ. അപ്പൊ ഇവിടെ 216 കോടി രൂപയാണ് പിഴയായി പോയിരിക്കുന്നത്. അതെ. ഇതിലും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
പ്രൊജക്റ്റുകൾ ഇങ്ങനെ പാതി വഴിയിൽ നിർത്തിവെക്കുമ്പോൾ കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ ബ്ലോക്കാവുന്നു. ഓർഡറുകൾ പൂർത്തിയാക്കാൻ വൈകുമ്പോൾ അവർക്ക് കൂടുതൽ പണം ആവശ്യമായി വരികയും അതിനായി ബാങ്കുകളിൽ നിന്ന് കടമെടുക്കേണ്ടി വരികയും ചെയ്യുന്നു. ശരിയാണല്ലോ. പലിശ ബാധ്യതയെക്കുറിച്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ. അതെ, കഴിഞ്ഞ പാദത്തിൽ അവരുടെ പലിശ ബാധ്യത 174% വർദ്ധിച്ച് 32 കോടിയായി എന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഇത് ഷെയർ ഹോൾഡേഴ്സിന് നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അതെ, നിക്ഷേപകരുടെ പണമല്ലേ ഈ രീതിയിൽ വെള്ളത്തിലാകുന്നത്. എന്നാൽ അതിലും ഗുരുതരമായ മറ്റൊരു പ്രശ്നം സ്രോതസ്സുകളിൽ കാണുന്നുണ്ട്. ഗവേണൻസ് ഗ്യാപ്പുകൾ അഥവാ ഭരണപരമായ വീഴ്ചകൾ. കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലെ ഇത്രയും വലിയൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ബോർഡിൽ ആവശ്യത്തിന് ഇൻഡിപെൻഡന്റ് ഡയറക്ടർമാരില്ല. അതൊരു വലിയ വീഴ്ചയാണ്. ുള്ള ഓഡിറ്റ് കമ്മിറ്റിയോ നോമിനേഷൻ കമ്മിറ്റിയോ നിലവിലില്ല. മാത്രമല്ല, അനുയോജ്യനായ ഒരു പുതിയ ചെയർമാനെയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇതെല്ലാം ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യമായതിനാൽ കമ്പനി കാത്തിരിക്കുകയാണ് എന്നാണ് അവരുടെ വിശദീകരണം. ഒരു ഓഡിറ്റ് കമ്മിറ്റി പോലുമില്ലാതെ എങ്ങനെയാണ് സാമ്പത്തിക കാര്യങ്ങളിൽ സുതാര്യത ഉറപ്പാക്കുന്നത്? ഇതൊരു വലിയ റെഡ് ഫ്ലാഗ് അല്ലേ? സംശയമില്ല, ഇതൊരു വലിയ റെഡ് ഫ്ലാഗ് തന്നെയാണ്. വിദേശ നിക്ഷേപകരും മറ്റും ഒരു കമ്പനിയിൽ പണം മുടക്കുന്നതിന് മുൻപ് ആദ്യം നോക്കുന്നത് അവിടുത്തെ കോർപ്പറേറ്റ് ഗവേണൻസ് എങ്ങനെയാണ് എന്നാണ്. സുതാര്യമായ ഒരു ഓഡിറ്റ് കമ്മിറ്റി ഇല്ലാത്തത് നിക്ഷേപകരുടെ വിശ്വാസ്യതയെ സാരമായി ബാധിക്കും. സാമ്പത്തിക തിരിമറികൾ നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഈ കമ്മിറ്റികളാണല്ലോ. അതെ, അതുപോലെ ഡയറക്ടർ ബോർഡ് അപൂർണമായി തുടരുന്നത് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം വരുത്തും. കമ്പനിക്ക് സ്വയം ഇത് പരിഹരിക്കാൻ കഴിയില്ലെങ്കിലും സർക്കാർ തലത്തിലുള്ള ഈ വലിയ കാലതാമസം ഓഹരി ഉടമകൾക്ക് ദോഷം ചെയ്യും. നമ്മൾ ആദ്യം സംസാരിച്ച ലാഭവിഹിതത്തിന്റെ കാര്യമുണ്ടല്ലോ. അതെ, ഇത്തരം ഭരണപരമായ വീഴ്ചകളും ഓപ്പറേഷണൽ റിസ്കുകളും തുടർന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ആ ഡിവിഡൻഡ് നിലനിർത്താൻ കമ്പനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. ലോങ് ടേം ഇൻവെസ്റ്റർ സെന്റിമെന്റിനെ ഇത് നെഗറ്റീവായി ബാധിക്കാം. ഈ വീഴ്ചകൾ പരിഹരിക്കാൻ കമ്പനി സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് സ്രോതസ്സുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ തീരുമാനങ്ങൾ ഇനിയും വന്നിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളൊന്ന് ക്രോഡീകരിക്കാം. തീർച്ചയായും. കൊച്ചിൻ ഷിപ്പ്യാർഡ് വെറുമൊരു വിമാനവാഹിനി കപ്പൽ മാത്രം നിർമ്മിക്കുന്ന കമ്പനിയിൽ നിന്ന് മാറി പ്രതിരോധം, വിദേശ വാണിജ്യം, അറ്റകുറ്റപ്പണികൾ, ഗ്രീൻ ടെക്നോളജി എന്നീ മേഖലകളിൽ തിളങ്ങുന്ന ഒരു മാരിടൈം ഭീമനായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ്. അടിസ്ഥാന സൗകര്യങ്ങൾക്കായുള്ള കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങൾ വരും വർഷങ്ങളിൽ അവർക്ക് വലിയ കരുത്തു നൽകും. അതെ, ആ പുതിയ ഡ്രൈ ഡോക്കുകളും ഫോറിൻ ക്ലയന്റ് ഓർഡറുകളും അവർക്ക് വലിയ സാധ്യതകളാണ് തുറന്നിടുന്നത്. എന്നാൽ ഈ ഭരണപരമായ പ്രതിസന്ധികൾ മറികടക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ആ സാധ്യതകൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ. അതെ, ആഗോളതലത്തിൽ മത്സരിക്കാൻ ശേഷിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്കുണ്ട്. ഇനി വേണ്ടത് കൃത്യമായ നിർവഹണമാണ്. നമ്മുടെ ഈ വിശകലനം കേൾക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഹൈഡ്രജൻ കപ്പലുകളും ഗ്രീൻ ഷിപ്പിംഗും ഭാവിയിലെ സമുദ്രഗതാഗതത്തെ മാറ്റിമറിക്കാൻ പോവുകയാണ്. അതിൽ സംശയമില്ല. സാങ്കേതികമായി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ മറ്റു പല കമ്പനികളെക്കാളും വളരെ മുന്നിലാണെങ്കിലും സർക്കാർ തലത്തിലുള്ള ചുവപ്പുനാടുകളും നിലവിലെ ഓപ്പറേഷണൽ റിസ്കുകളും ഈ കുതിപ്പിന് തടയിടുമോ? അതോ സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഏറ്റവും മികച്ച ഉദാഹരണമായി ഈ കമ്പനി മാറുമോ? ഈ സാമ്പത്തിക കണക്കുകൾക്കും അപ്പുറത്തുള്ള ഈ ചോദ്യത്തെക്കുറിച്ച് നിങ്ങൾ സ്വയം ചിന്തിക്കുക.